വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ സംരക്ഷിക്കുവാൻ നടപടിയെടുക്കാത്ത വടക്കാഞ്ചേരി MLAയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഗ്രൗണ്ടിലെ മൺകൂനകൾക്ക് നടുവിലായുള്ള കളിസ്ഥലത്ത് നടത്തിയ പ്രതിഷേധ പെനാൽറ്റി ഷൂട്ടൌട്ട് വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് SA ആസാദ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് വികസനം നടത്താതെ വാഗ്ദാനങ്ങളിലും കടലാസിലും മാത്രം വികസന വിപ്ലവം നടത്തുന്ന വടക്കാഞ്ചേരി MLAയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ പെനാൽറ്റി ഷൂട്ടൌട്ട് വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് SA ആസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥ ഇപ്പോൾ നവീകരണം 1 കോടി രൂപയാണ്. പുനർനവീകരണം വേറൊരു കോടി, ഇത് 1 കോടി. ഇത് എവിടെയും എത്താതെ ഇപ്പൊ 6 മാസങ്ങളായി ഈ ഗ്രൗണ്ടിന്റെ ഈ കളിക്കാൻ നമ്മുടെ പിഞ്ചു മക്കൾക്ക് കായികമായും സ്പോർട്സുമായും നടത്താനുള്ള ഈ ഗ്രൗണ്ടിനെ ക്രിക്കറ്റ് തരം പോലെയുള്ള പരിപാടികളെ നടത്താതിരിക്കാൻ ഒരു 6-7 മാസമായി ഈ ഗ്രൗണ്ടിനെ ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ നിർവഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഇട്ട മണ്ണ് എന്താ സ്ഥിതി? വടക്കാഞ്ചേരി പുഴയിലെ മാലിന്യങ്ങൾ നിറഞ്ഞ മണ്ണ് മാലിന്യമുക്ത നഗരസഭയാക്കി തീർക്കാമെന്ന് പറഞ്ഞ വടക്കാഞ്ചേരി നഗരസഭയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഈ നഗരസഭയിലെ പുഴയിലെ മാലിന്യങ്ങൾ, എന്തെല്ലാം സൈസ് മാലിന്യങ്ങളാണ് ഈ മണ്ണിൽ വന്ന് ചേർന്നിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും നോക്കിയാൽ തന്നെ അറിയാം. ഇതിനെതിരെ പ്രതിഷേധം കുറച്ച് മുന്നേ ഞങ്ങൾ നടത്തിയിരുന്നതാണ്. അപ്പോൾ എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞു ചേർന്ന ഒരു മണ്ണിനെയാണ് ഈ നല്ല ഗ്രൗണ്ട് എന്ന് വിശേഷിപ്പിച്ച ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത്രയും വേഗത്തിൽ ഈ കോടികൾ എഴുതിത്തള്ളാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു കഴിഞ്ഞു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ സാവകാശം എന്നൊക്കെ അറിയാം ഞങ്ങൾക്ക്. ഈ പ്രതിഷേധ സമരം ഇനി നാളുകളിൽ ഇനി വരാനിരിക്കുന്ന നാളുകൾ വളരെ ഗൗരവമേറിയ ഈ വിഷയങ്ങളെ ഇന്നൊരു സമരം ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് പോകുന്നതല്ല കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം എന്ന് ഞങ്ങൾക്ക് വളരെ അറിയാം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MH ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് മുഖ്യ പ്രഭാഷണം നടത്തി. മുമ്പ് CN ബാലകൃഷ്ണൻ വടക്കാഞ്ചേരിയുടെ MLAയും കേരളത്തിന്റെ മന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ 1 കോടി രൂപ അനുവദിച്ചത് അത് ലാപ്സ് ആക്കുന്നതിന് CPIMന്റെ നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് ആ ഫണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ടത് സംബന്ധിച്ച് അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കി ഇവിടെ ആ ഫണ്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല. ആ ഫണ്ട് ലാപ്സ് ആക്കിയതിനു ശേഷം പിന്നീട് വടക്കാഞ്ചേരിയുടെ MLA ആയി സേവ്യർ ചിത്രപ്പള്ളി വന്നതിന് ശേഷം ഇതാ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന് വീണ്ടും 1 കോടി രൂപ അനുവദിക്കുന്നു എന്നാണ് CPIMും അതുപോലെ വടക്കാഞ്ചേരി MLAയും വടക്കാഞ്ചേരി നഗരസഭ ഭരിക്കുന്ന ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവകാശപ്പെട്ടത്. ഇപ്പോൾ എന്താ സ്ഥിതി? കഴിഞ്ഞ 1 വർഷമായി ഈ ഗ്രൗണ്ടിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത നല്ല മണ്ണ് ഇട്ട് നേരെയാക്കേണ്ട ഈ ഗ്രൗണ്ടിൽ ആവശ്യമില്ലാത്ത ബിൽഡിംഗ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള മണ്ണാണ് ഇവിടെ കൊണ്ടടിച്ചിട്ടുള്ളത്. നേതാക്കളായ CA ശങ്കരൻകുട്ടി, കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, ബുഷറ റഷീദ്, കമലം ശ്രീനിവാസൻ, നേതാക്കളായ CA ശങ്കരൻകുട്ടി, ജയൻ മംഗലം, KK അബൂബക്കർ, ഹൈദർ കോയ, ബിജു കൃഷ്ണൻ, OR രാമചന്ദ്രൻ, കോർമാത്ത് അയ്യപ്പൻ, ജനാർദ്ദനൻ വടക്കാഞ്ചേരി, പ്രിൻസ് ചിറയത്ത്, VM മനീഷ്, KM മഹേഷ്, KK കൃഷ്ണകുമാർ, സേവ്യർ മെയ്സൺ, റോയ് ചിറ്റ്ലപ്പള്ളി, ടോമി പുല്ലാനിക്കാട്, VM ഉമ്മർ, NV വില്യംസ്, സണ്ണി പുത്തൂക്കര, ഷാജി അകമ്പാടം, റാഫി അഹമ്മദ്, ഡേവിസ് കാട്ടിലങ്ങാടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 1 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് നമ്മൾ അതിന്റെ ടാക്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ട് 2 അടിക്ക് മണ്ണിട്ട് ഉയർത്തി ഇതിന്റെ ചുറ്റുപുറവും കാന നിർമ്മാണവും കഴിഞ്ഞ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത് അസാധ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അന്ന് പറഞ്ഞത് ഇത് 2 അടിക്ക് മണ്ണിട്ട് ഉയർത്തണ്ട, നിലവിലുള്ള സ്ഥിതി, അതായത് ഇവിടെ ഹെലിപാഡും അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തു മാറ്റി കഴിഞ്ഞ് നമ്മളിതൊന്ന് നിരപ്പാക്കിയിട്ട് 4 പുറവും നല്ല രീതിയിലുള്ള ഒരു ഡ്രൈനേജ് സിസ്റ്റം കൊണ്ടുവന്ന് ഗ്രൗണ്ടിന്റെ
പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ കളിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഉണ്ടാക്കി തരണം എന്നതായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതും. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ JCB വന്ന് ഇവിടെ വന്നിട്ട് ഇത് മണ്ണ് മാന്താൻ തുടങ്ങിയപ്പോൾ ഞാൻ അതുപോലെ തന്നെ വൈസ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവര് അത് തടയുകയും അത് പോലീസ് കേസ് ആവുകയും നിരവധി തവണ ഞങ്ങൾ ആ കേസിന്റെ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ നടക്കുകയും ചെയ്തു. പിന്നീട് ഉപാധികളോട് കൂടിയാണ് ഞങ്ങൾക്ക് അവിടുന്ന് ജാമ്യം തന്നത്. അതായത് ഈ ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉപാധി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് അന്ന് ജാമ്യം തന്നത്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്തും വന്ന് ഇത് തടയാൻ വന്നതല്ല. ഞങ്ങളുടെ ആവശ്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിന് നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് വടക്കാഞ്ചേരിയിൽ ഉണ്ടാവണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആവശ്യം. VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.